ഹേ സിനിമ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ബബ്ബയുടെ എല്ലാ അപ്ഡേറ്റ്സും അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ സിനിമ ഇന്ന് അങ്ങനെ റിലീസ് ചെയ്യാതിരിക്കുകയാണ്. ചെറിയ റൂമർ കേൾക്കുന്നുണ്ട്, നമ്മുടെ കലാഭവൻ മണിച്ചേട്ടൻ്റെ ഒരു ചെറിയ ക്യാമിയോ, അതായത് ഒരു ക്യാമിയോ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. നമുക്ക് ഉറപ്പില്ല. പിന്നെ സിനിമയുടെ ഭാഗത്തു നിന്ന് വേറെ അപ്ഡേറ്റ് ആണ്, നമ്മുടെ മോഹൻലാലിന് അങ്ങനെ 22 മിനിറ്റാണ് അദ്ദേഹം സിനിമയിലുള്ളത്. അപ്പോൾ അദ്ദേഹം നല്ല എക്സ്റ്റൻഡ് ആയിട്ടുള്ള ഒരു ക്യാമിയോ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ആരൊക്കെയാണ് ബബ്ബ കാണാനുള്ളൊരു എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായങ്ങൾ എന്തായാലും ചാനലിൽ വരുന്നതായിരിക്കും. ഈ വർഷത്തെ മോഹൻലാലിൻ്റെ ലാസ്റ്റ് ചിത്രമാണല്ലോ വൃഷഭ. അപ്പോൾ സിനിമയുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഡീസൻ്റ് ആയൊരു ട്രെയിലർ തന്നെയായിരുന്നു. ട്രെയിലറിൽ നമുക്ക് മറ്റൊരു കാര്യം വ്യക്തമാക്കാം, നമ്മുടെ മോഹൻലാൽ അങ്ങനെ ഒരു രാജാവായിട്ട് എത്തുന്നുണ്ട്, പിന്നെ ഒരു ബിസിനസ് മാനായിട്ടും എത്തുന്നുണ്ട്. കൂടാതെ നമ്മുടെ മലയാളികൾക്കും ലോകം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു അദ്ദേഹത്തിൻ്റെ സ്റ്റൈലാണ് മുണ്ട് മടക്കിയുള്ള അടി. അതും നമ്മുടെ സിനിമയിലുണ്ട്, ട്രെയിലറിൽ ചെറുതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും സിനിമ നല്ലതാവട്ടെ. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നതാണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ജനനായകനെ പറ്റിയാണ്. സിനിമ അടുത്ത വർഷം 2026 ജാനുവരി 9 റിലീസ് ചെയ്യുകയാണല്ലോ. സിനിമയുടെ സെക്കൻഡ് സിംഗിൾ ഇന്നേ ദിവസം റിലീസ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ പ്രൊമോ ഇപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഈ സിനിമ മൊത്തം ട്രിബ്യൂട്ട് പോലെയാണ്. നമ്മുടെ സിനിമ ഡ്യൂറേഷൻ വന്നിട്ടുണ്ട് 3 മണിക്കൂർ 6 മിനിറ്റാണ്. അപ്പോൾ തന്നെ വിജയ് സിനിമകളിൽ അത്യാവശ്യം ഡ്യൂറേഷൻ കൂടിയൊരു സിനിമ തന്നെയാണിത്. അപ്പോൾ ലാസ്റ്റ് മിനിറ്റൊക്കെ വിജയ്ക്ക് ട്രിബ്യൂട്ടാണെന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും സിനിമയ്ക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വിജയ് ഫാൻസിനൊക്കെ ലാസ്റ്റായിട്ട് അങ്ങനെ ആഘോഷിക്കാൻ പറ്റിയൊരു സിനിമ തന്നെ ആവട്ടെ. മലയാളത്തിന് അടുത്തതായിട്ട് വൻ ഹൈപ്പിൽ വരാൻ പോണ ചിത്രമാണ് സുരേഷ് ഗോപിയുടെ ഒറ്റക്കൊമ്പൻ. അപ്പോൾ സിനിമയുടെ ചെറിയൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്. നമ്മുടെ ഇന്ദ്രജിത്തിൻ്റെ ചെറിയൊരു പോസ്റ്ററാണ്. അപ്പോൾ എന്തായാലും സിനിമയ്ക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അത്യാവശ്യം നല്ല കിടിലൻ പോസ്റ്റർ തന്നെയാണ്. നമ്മുടെ നിഖില വിമൽ, അജു വർഗീസ് അങ്ങനെ ഒട്ടനവധി താരങ്ങൾ അഭിനയിക്കുന്ന സിനിമയാണ് പെണ്ണ് കേസ്. സിനിമ അങ്ങനെ അടുത്ത വർഷം 2026 ജാനുവരി 16 റിലീസ് ചെയ്യുന്നതായിരിക്കും. ഡിസംബർ 18 നമ്മുടെ മനോമാസിലൂടെ ചെറിയൊരു OTT ചിത്രം റിലീസ് ചെയ്യുന്നുണ്ട്. പർപ്പിൾ പോപ്പിൻസ് എന്നാണ് സിനിമയുടെ പേര്. ഈ മാസം ഡിസംബർ 19 നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ കൂടെ റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു ചിത്രമാണ് പ്രേമൻ്റെ. അപ്പോൾ സിനിമ 4 ഭാഷയിലൂടെ നെറ്റ്ഫ്ലിക്സിൽ കൂടെ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഇത്രയുള്ള സിനിമ വാർത്തകൾ. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകളും സിനിമ വാർത്തകളും റിവ്യൂസൊക്കെ അറിയാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.